ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്ത് പെട്ടെന്നല്ലേ തിരുവോണം ഇങ്ങെത്തിയത്. എല്ലാവർക്കും തിരുവോണം മധുരമുള്ളതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്ത പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. 1/2 കിലോ പരിപ്പാണ് ഞാൻ പായസത്തിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1/2 കിലോ ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ. 2 കപ്പ് വെള്ളം ചേർത്താണ് കേട്ടോ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ബോയിൽ ചെയ്ത് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. പാനി ഒത്തിരി തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു പാനിലെ സ്വല്പം നെയ്യ് ചൂടാക്കാമേ. കുറച്ച് കാഷ്യൂവും റസീൻസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കാഷ്യൂ റോസ്റ്റ് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആയി പോവും. ഈ ഒരു പരുവമാവുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് റസീൻസും കൂടെ ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ഞാൻ 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണക്കമുന്തിരി പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് ആദ്യം കാഷ്യൂവിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാതിരുന്നത്. ഇപ്പം നോക്കിക്കേ, ഉണക്കമുന്തിരി നല്ല പഫി ആയിട്ട് വന്നിട്ടില്ലേ. ഇത് നെയ്യിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ തന്നെ ചുരുങ്ങി പോവും കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഈ നെയ്യിലോട്ടെ ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശർക്കര ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങളിൽ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ. കാഷ്യൂ, ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് ഇതിനൊന്നും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും നോക്കണ്ട. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കുഞ്ഞു പീസ് ചുക്ക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 10 ഏലയ്ക്ക, അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് കുരുക്കൾ മാത്രം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തേച്ചും ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 1/2 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പാണേ. ഇതിലോട്ട് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് പരിപ്പിലെ വെള്ളം ശരിക്കും ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണേ. ഇത് നോക്കിയേ, ഇതേപോലെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം ഡ്രെയിൻ ചെയ്തെടുക്കാനേ. ഈ പരിപ്പ് നമുക്കിനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു കുക്കിംഗ് പാൻ ആയാലും മതി കേട്ടോ. ഞാൻ മൺചട്ടി യൂസ് ചെയ്യുന്നേ ഉള്ളേ. ചൂട് മൺചട്ടിയിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ടെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാനും പിന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മൺചട്ടിക്ക് നല്ല ചൂടായിരിക്കുവേ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. സ്ലൈറ്റായിട്ട് കളർ ചേഞ്ചായിട്ട് ഗീയിൽ കിടന്ന് റോസ്റ്റ് ആകുന്ന പരിപ്പിൻ്റെ നല്ലൊരു ഫ്രേഗ്രൻസ് വരുവേ. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. റോസ്റ്റ് ചെയ്തെടുത്ത പരിപ്പ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടേ നമുക്കൊരു പ്രഷർ കുക്കർ യൂസ് ചെയ്യാം കേട്ടോ. പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ പരിപ്പിന് ഞാൻ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഓരോ പരിപ്പിൻ്റെയും കുക്കിംഗ് ടൈം അനുസരിച്ച് വ്യത്യാസം വരും. എന്തായാലും പരിപ്പ് നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പായസത്തിൻ്റെ സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്തേച്ചും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടേ ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓരോ പരിപ്പിൻ്റെയും വ്യത്യാസം അനുസരിച്ച് കുക്കിംഗ് ടൈമിലും ചേഞ്ചസ് വരും. പരിപ്പ് പാകത്തിന് കുക്ക് ചെയ്തെടുത്താലേ നമ്മുടെ പായസം ടേസ്റ്റി ആകത്തുള്ളേ. 2 വിസിൽ വന്നപ്പോൾ തന്നെ എനിക്ക് പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടി കേട്ടോ. സ്റ്റീം നല്ലതുപോലെ പോയി കഴിഞ്ഞിട്ട് വേണേ പ്രഷർ കുക്കർ തുറക്കാനായിട്ട്. ഇത് നോക്കിക്കേ, പരിപ്പ് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ടേ.
വെള്ളം കൂടുതലായിട്ടൊന്നുമില്ല, പരിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇതിലോട്ടെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ, അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരയിലുള്ള അഴുക്ക് മാറാൻ വേണ്ടിയിട്ട് അരിച്ച് തന്നെ ചേർക്കണേ. ശർക്കരപ്പാനിയും പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണേ. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ചും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നല്ല ഡാർക്ക് ആയതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൈറ്റ് ആകത്തില്ലേ? പായസത്തിന് നല്ല നിറം കിട്ടാനായിട്ട് കറുത്ത ശർക്കര തന്നെയാണ് നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറച്ചു നേരം ഒന്ന് കമ്പൈൻ ചെയ്താലുണ്ടല്ലോ മധുരം നന്നായിട്ട് പരിപ്പിലേക്ക് പിടിച്ചോളും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞേച്ചും ഇതിലോട്ട് തിക്കായിട്ടുള്ള 4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് പൗഡർ ചെറു ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പാലാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇതൊരു ഈസി റെസിപ്പി ആണെന്ന്. സ്വല്പം നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് അധികം വേണ്ടാന്നുള്ളവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ. മിനിമം ഫ്ലെയിമിൽ വെച്ച് വേണം എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാനേ. ആ ചെറു ചൂടിലിരുന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തേങ്ങാപ്പാൽ ഓവർ ബോയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. പാല് പാകത്തിന് കുക്കായി കഴിഞ്ഞാൽ നേരത്തേതിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിരിക്കും തോറും കുറച്ചും കൂടെ തിക്കാവുവേ. പായസത്തിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടില്ലേ, ആ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണേ. ശർക്കര, ഘീ, തേങ്ങാപ്പാൽ, ഏലക്ക ഇത്രയും ചേർന്നാൽ തന്നെ നല്ല ടെംപ്റ്റിംഗ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഫ്ലേവറിങ് ഏജൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ ഉണ്ടായിരുന്ന നെയ്യില്ലേ, അതുൾപ്പെടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റോസ്റ്റ് ചെയ്ത നട്ട്സും റെസീൻസും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, നേരത്തേതിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്കായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ പരിപ്പ് പായസം. ഇതിങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചൂടാറും തോറും കുറച്ചും കൂടെ തിക്കായിട്ട് വരും. സദ്യകൾക്കൊക്കെ വിളമ്പുമ്പോഴേ നല്ല ചൂട് പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ കുറച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പിറ്റേ ദിവസം എടുക്കുന്ന പായസമാണ് എൻ്റെ ഫേവറേറ്റ്. ഇതാണ് തിരുവോണ ദിവസത്തേക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത പരിപ്പ് പായസം. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ റെസിപ്പി വളരെ ഈസിയാണ്, ടേസ്റ്റിയുമായിട്ട് എനിക്ക് തോന്നിയേ. എൻ്റെ മദർ ചെയ്തിരുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളായിട്ടിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. പരിപ്പ് പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ളത് യൂസ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ രീതി ഇഷ്ടമായാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. വൺസ് അഗൈൻ wishing you all a very happy Onam. Thanks for watching and keep watching. Bye bye.